തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉയർന്ന പരാതികളിൽ അടിയന്തര നടപടിയുമായി മുഖ്യമന്ത്രി. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശം. സംഭവം അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും ഡിജിപിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസ് കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലാണ് തൃശൂർ പൂരം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നായിരുന്നു ആരോപണം. ചില അനാവശ്യ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നും ആരോപണം ഉണ്ടായിരുന്നു. ഇതിലാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത്. തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടുകൂടി അടിയന്തരമായി സ്ഥലം മാറ്റാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശവും നൽകി. ആനകളെ എഴുന്നള്ളിക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിബന്ധനകളിൽ ഉൾപ്പെടെ സർക്കാർ ഇടപെട്ട് ഇളവ് വാങ്ങിയിരുന്നു. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പല ഘട്ടങ്ങളിലും സർക്കാർ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. അവസാന ഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രമീകരണങ്ങളും ഇടപെടലും പൂരം നടത്തിപ്പിന്റെ സമയക്രമം തെറ്റിച്ചത്. കോവിഡിന് ശേഷം എല്ലാ വർഷങ്ങളിലും പൂരം ഭംഗിയായി നടത്താനുള്ള സർക്കാർ ഇടപെടലും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമവും UDFും BJPയും നടത്തുകയും ചെയ്തു. സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.